അസ്സലാമലൈക്കും. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെറുപയറും പാലും ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസമാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പായസത്തിന് വേണ്ടി ഞാനിവിടെ 1/4 കപ്പ് ചെറുപയർ തലേദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പ്രഷർ കുക്കറിലിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ചെറുപയർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് 2 ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാം. ചെറുപയർ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്കായയുടെ 2 സീഡ്സും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്കായ പൊടിച്ചതുണ്ടെങ്കിൽ അതിൻ്റെ 1/4 ടീസ്പൂൺ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഈ ശർക്കരയൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുക്കർ ക്ലോസ് ചെയ്തിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യാം. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നട്ട്സും കുറച്ച് കിസ്മിസും ഇട്ട് അതൊന്ന് വറുത്തെടുക്കാം. പിന്നെ ഈ സെയിം നെയ്യിലേക്ക് തന്നെ നേരത്തെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ച ചെറുപയറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ പായസം ഒന്ന് കട്ടിയായി ഇരിക്കാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിൽ കുറച്ച് പാലും കൂടി ഒഴിച്ച് നല്ലവണ്ണം കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് ചെറുപയറിന് 250 ml പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ തേങ്ങാപ്പാലും യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു 1/2 തേങ്ങയുടെ പാൽ എടുത്താൽ മതി. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ പായസം ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച നട്ട്സും കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയറിൻ്റെ പായസം റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഇത് ഉണ്ടാക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്